ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ കൂട്ടി മീനൊക്കെ പൊരിച്ചോട്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇവിടെ നിന്ന് ചേച്ചി ഓട്ടിക്കും. അല്ല, കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് മാറ്റും. എന്തായാലും ഒന്ന് വിടർത്തിയാൻ കിട്ടുന്നുണ്ട്. 10 മിനിറ്റ് 10 മിനിറ്റ് നടച്ചു. 5 മിനിറ്റ് കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് വെള്ളം വെച്ച് തോർന്ന് വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നമ്മളത് മൂടി വെച്ച് ആ വെള്ളം മൊത്തം ഒന്ന് വലിഞ്ഞ് പോകാം. അപ്പോഴാണ് തോരനാവുക. എന്തായാലും വെയിറ്റ് ചെയ്യാം. അടയ്ക്കുന്നില്ല? അല്ല, അടയ്ക്കണ്ട. സോറി, അടയ്ക്കാണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഇളക്കിയല്ലേ, ഇളക്കി ഒന്ന് കളയണം വെള്ളം. ഈർപ്പം. ഇവിടെ വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി? ഇവിടെ കക്കത്തോരനുണ്ട്. നൊത്തോലി തോരനുണ്ട്. ഇല്ല, ഇന്നൊന്നും താമസിച്ചത് കൊണ്ട് എല്ലാ സാധനങ്ങളും എല്ലാം ഡിലേയാണ്. അടുക്കള നമ്മൾ മൊത്തത്തിൽ ഒരു ഡിലേ ഉണ്ടായി താമസിച്ചു. ശംഷബേക്ക് ചെറിയ ബൈറ്റ് എടുക്കാം. നോക്കാം, നമുക്ക് അവിടെ കഴിക്കാം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ അവിടെ പോയിരുന്ന ചോറിനൊപ്പം നമ്മുടെ ചിക്കൻ തോരനായിട്ടുണ്ട്. ഇനി അടുത്ത് മീൻ പൊരിക്കുന്നുണ്ട്. ഇപ്പോൾ മാറ്റി നമുക്ക് മീൻ പൊരിക്കാം. അവര് തൊട്ട് നമുക്ക് അതാണ് അത് ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്തായാലും ചിക്കൻ തോരനുണ്ട്. നമുക്ക് എന്തായാലും അതാ നല്ലത്. ഇല്ലെങ്കിൽ കഴിക്കാൻ വന്നവർ നമ്മളെ ശരിയാക്കും. അപ്പം ചേച്ചി എന്നെ ശരിയാക്കും. അപ്പോൾ ഞങ്ങൾ അടുത്ത ചീൻചട്ടി വെച്ചിട്ട് നമ്മുടെ മീൻ ഇറക്കാൻ പറ്റും. ചേച്ചി ഇതിനകത്ത് എന്തൊക്കെ നമ്മളിട്ടാണ്? മുളക്, മഞ്ഞ, കറി മസാല, ഇഞ്ചി, പച്ചമുളക്. മുളക് അരച്ചാണോ? മുളക് പൊടിച്ചത് വറ്റലൊക്കെ ഇരിപ്പുണ്ട്. അതാണ് ചോദിച്ചത്. അതിൽ ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇഞ്ചിയും പച്ചമുളകും അരച്ച് ചേർക്കും. ഇഞ്ചിയും പച്ചമുളകും അരച്ച് ചേർത്ത് പിന്നെ ബാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി അങ്ങ് വെച്ചേക്കാം. കുറച്ച് നേരത്തെ മുമ്പ് തന്നെ മസാല പുരട്ടി അങ്ങ് വെച്ചേക്കാം. നമ്മൾ എണ്ണ ഇങ്ങനെ പുറത്തിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചോദിച്ചാണത്? അത് ഇതാണ് കിച്ചടി വെക്കാൻ. കിച്ചടിക്കല്ലേ? കിച്ചടിക്കുള്ള കൂട്ട് വെച്ചേക്കാണ്. ഇങ്ങനെ ഓരോ സമയമില്ലാത്ത കാരണം ഇങ്ങനെ പെട്ടെന്ന് ഓരോ സംഭവങ്ങൾ കറികൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാർ എടുത്ത് മാറ്റി കിച്ചടിക്ക് വെച്ചു. അപ്പുറത്ത് അച്ചാർ കുറേ ഉണ്ടാക്കി. ഇങ്ങനെ ഓരോന്നും നോക്കുക. ഇടാൻ പോവാണ്. മുന്നോട്ട് മീനിട്ടു. ഇപ്പം അന്ന് പൊരിഞ്ഞു വരണം. കുറച്ച് പെട്ടെന്ന് ഇപ്പം തന്നെ ആവുന്നത്. ഇപ്പം തന്നെ. അപ്പം മക്കളൊക്കെ എപ്പോഴാണ് സ്കൂളിൽ കഴിഞ്ഞ് വരുന്നത്? മക്കളെ രാവിലെ സ്കൂളിൽ പോയിട്ട് 6 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ. ട്യൂഷനുണ്ട്. 6 മണിയാവും ട്യൂഷൻ. 6 മണിയാകുമ്പോൾ അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് സ്വസ്ഥമായിട്ട് വീട്ടിൽ കയറും. കാരണം ഹോട്ടലും നമുക്ക് രാത്രിയില്ലല്ലോ. അപ്പോൾ രാത്രിയിൽ എല്ലാവരും കൂടി അങ്ങ് വീട്ടിൽ കയറി സ്വസ്ഥം. പിന്നെ പിറ്റേ ദിവസം ഇത് എന്നെ വീണ്ടും തോന്നുന്നു കടുക്. ഞാൻ പറഞ്ഞില്ല, അപ്പുറത്ത് വേറെ കറികളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാർ അപ്പുറത്തും ഉണ്ടാക്കുന്നുണ്ട്, നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പോവാണ്. ഇച്ചിരി വേപ്പില അങ്ങോട്ട് ഇടും. ചെറിയ മീനല്ലേ? ചെറിയ മീനാണല്ലോ ഇപ്പോൾ. ചെറിയ മീനാണ് പാവും. അത് നമ്മുടെ കോഴി എണ്ണ വരാൻ വേണ്ടി വെക്കുകയാണ്. എണ്ണ തോരാൻ വേണ്ടി വാരി വയ്ക്കുകയാണ്. ഓൾറെഡി അവിടെ എണ്ണ ഇച്ചിരി കളയും. പിന്നെ വീണ്ടും ഇങ്ങനെ വരയിലോട്ട് വാരി. പിന്നെ എന്തായാലും അടുത്ത ട്രിപ്പ് ഉണ്ട്. എന്തായാലും ഇങ്ങനെ നമ്മൾ അധികം ശല്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ടേബിൾ പറയാം. ചേച്ചി ഞാൻ അവിടെ പോയിരിക്കുകയാണ്. ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് അങ്ങനെ തന്നാൽ മതി. ഒരു ധൃതിയില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, കഴിച്ചിട്ടോ. എനിക്ക് നേരത്തെ തന്നെ പ്ലേറ്റിൽ ചോറും കറികളും മീൻ വറുത്ത് നമ്മുടെ ചിക്കൻ തോരനും എല്ലാം കൊണ്ടുവന്നത്. പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. ചേച്ചി ഞാൻ കഴിക്കാൻ പോകണം. അധികം നേരം ഒന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ തിരക്കുണ്ട്. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാം. വരുന്നതേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. പരിപ്പ് കൊടുത്ത ട്രിവാൻഡ്രം സൈഡിൽ സ്പെഷ്യലാണ്. ഒപ്പം നമ്മുടെ ചിക്കൻ തോര അധികം സ്പൈസി അല്ല, മയത്തിലരിവുള്ളൂ. നല്ല നാളെ ഫുഡ്.
എന്നാൽ നല്ല നാടൻ ഫുഡ് കഴിക്കാം. ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വന്നവർക്ക് കവിത പാടി കൊടുക്കും? കവിതയൊന്നും പാടില്ല. ഇല്ല. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ബുദ്ധി എനിക്കും തരണം. നമ്മുടെ ചോറിനും എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ജോലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് തുറന്നോട്ടെ. വളരെ നന്ദിയുണ്ട്. നമ്മുടെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കർ ജംഗ്ഷനിൽ നിന്ന് പാരിസ് റൂട്ട് അല്ലേ? പാരിസ് റോഡ് വഴി കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് റൈറ്റ് സൈഡിലാകുമ്പോൾ നമ്മുടെ മുള കാണാം. അതിൻ്റെ തൊട്ട് പ്രധാനമുള്ള കടയാണ്. ഇങ്ങോട്ട് വരിക. കവിത ചേച്ചി, നമ്മുടെ ചാനൽ ചേച്ചി ഇവിടെ ഉണ്ടാവും. നല്ല ഭക്ഷണം കിട്ടും, നല്ല ടേസ്റ്റി ഫുഡ്. ഇങ്ങോട്ട് വരിക. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. ചേച്ചി വളരെ നന്ദിയുണ്ട്. അവിടെയുള്ള ചേച്ചിമാർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. ഒന്ന് പറഞ്ഞേക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.